ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇൻറ്റൻഷൻ എന്താണ്, ഈ ഒരു സമയം അവർ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ തരത്തിൽ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു എനർജി ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാം. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ ഫിയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. ചിലപ്പോൾ പുറമെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന ആളൊക്കെ ആയിരിക്കും, പക്ഷെ മാനസികമായിട്ട് കുറച്ചൊരു ഭയമുള്ള ഒരവസ്ഥയായിരിക്കാം. മേ ബി ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയിൽ തന്നെ പോകുന്നൊരു പേഴ്സണും ആയിരിക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ, നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സണ് അത് ബാലൻസ് ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, ആ ഒരു ടവർ സിറ്റുവേഷൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ടവറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അതായത് ഒരു തകർച്ച, അതിപ്പോൾ അവരുടെ ലൈഫിലായാലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായാലും അങ്ങനെ തകർന്നു പോകരുത്, അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി കിടന്ന് ആൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആൾക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു തേർഡ് പാർട്ടി എനർജി കാണാം. തേർഡ് പാർട്ടി എനർജി ഉള്ള ഒരു റീഡിങ് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇതിനകത്ത്. കാരണം ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യം കൂടി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ ഒരു ശ്രമം എന്ന ആൾക്ക് വിജയിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ബ്ലോക്കേജ് ഉണ്ടായേക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഇവർക്ക് നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് അവർക്ക് സ്മൂത്തായിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ മേ ബി അതുപോലെയുള്ളൊരു വ്യക്തിയാവാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവർ അതുപോലെ കണ്ടിരിക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലും പല കാര്യങ്ങളിലും അവരോടൊക്കെ ചിലപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നമുക്ക് ഇത്തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. ചിലവർക്ക് നോ കോണ്ടാക്റ്റ് ആയിരിക്കും, പക്ഷെ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വ്യക്തി തന്നെ പലപ്പോഴും വന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം. അതായത് അവരപ്പുറത്തുണ്ട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാനെങ്ങും പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു തരത്തിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇത് നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസ്ട്രക്ഷൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളിലേക്ക് വന്ന് എത്തി നോക്കിയിട്ട് പോകുന്ന, അല്ലെങ്കിൽ അപ്പുറത്തുണ്ടെന്നുള്ള രീതിയിൽ അറിയിക്കുന്ന ഒരു പേഴ്സണാണ്. പൂർണ്ണമായിട്ടും ഒരിക്കലും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുഖമടച്ച് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല. നിങ്ങളോട് അങ്ങനെ അവർ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു റീഡിംഗ് ആണ് എന്ന് തന്നെ പറയാം. കാരണം ഇവരായിട്ട് നിങ്ങളെ വേണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല അങ്ങനെയൊന്നും പറയില്ല. കാരണം അവർക്കിത് വിട്ടുകളയാൻ കഴിയില്ല. നമുക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, അവർക്കത് നഷ്ടപ്പെടുത്താൻ കഴിയില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അതിനകത്തൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. അത് തരാനുള്ള ഒരു സിറ്റുവേഷനും അല്ല ഈ ഒരു പേഴ്സണ്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഫിയറിങ് ഉണ്ട്. പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്.
ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഇൻഡ്യൂട്ടീവായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ആൾ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു രീതിയിൽ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അതും അവർ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊട്ട് സമയം തരാതെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ തന്നെയാണോ മുഴുവൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അവിടെയും അവർ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ മറ്റൊരു കാര്യം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, വിട്ട് കളയാൻ സാധിക്കാത്ത ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ ഒരു തരത്തിലുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്നിട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കും ഓരോ തവണയും ഈ ഒരു പേഴ്സൺ വരാതിരുന്ന് വരുന്ന ഒരു സമയത്ത് ഇനിയെങ്കിലും ഇവർ മര്യാദയ്ക്ക് ഇതിനകത്ത് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ കഴിയുമ്പോൾ ആൾ വീണ്ടും അപ്രത്യക്ഷമാകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസറബിൾ അല്ലാതിരിക്കുന്ന ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അതായത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് താല്പര്യമില്ല, അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു എനർജി നമുക്കിവിടെ വളരെ വിസിബിളായിട്ട് തന്നെ കാണാം. മാത്രമല്ല നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരൊരു ഫസ്റ്റ് ചോയ്സ് അവരുടെ മനസ്സിനകത്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലാണെന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് ഉള്ളത് ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും. നിങ്ങളില്ലാതെ പറ്റില്ല, എനിക്കങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റാത്തൊരു ബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത് ഉപേക്ഷിച്ച് കളയാനും കഴിയില്ല. എന്നാൽ ഇതെങ്ങനെയാണോ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കാത്തൊരവസ്ഥ തന്നെയാണ്. അതുപോലെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു മൈൻഡ് ഗെയിമൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. അതായത് നിങ്ങളിപ്പോൾ പറയുകയാണ് ഈ ഒരു പേഴ്സൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി കാരണം ഞാൻ ഇനി ഇതിനകത്ത് നിൽക്കുന്നില്ല, ഞാൻ പോവാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് നിങ്ങളെ പ്ലീസ് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടാവാം. വീണ്ടും നിങ്ങളെ പോവാതെ തടഞ്ഞു നിർത്തും. പക്ഷേ നിങ്ങളത് വിശ്വസിച്ച് വീണ്ടും ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ആൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു തരത്തിൽ നമ്മൾ തോണ്ടിയിട്ട് വന്ന് മാറിക്കളയാമെന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു രീതിയിൽ നിങ്ങളോട് പെരുമാറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. നിങ്ങൾ തമ്മിൽ പണത്തിൻ്റേതായിട്ടുള്ള ഒരു ഇടപാടുകളോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളോ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ല, എങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഒരു തോന്നലുകൾ അല്ലെങ്കിൽ ഇവരുടെ തോട്ട്സും ചിലപ്പോൾ അപ്പോൾ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ഡിറ്റർമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അത് മാറിപ്പോയേക്കാം. അതായത് അവരുടെ ഒരു മനസ്സിന് ഒരു സ്റ്റെഡിനെസ് കിട്ടുന്നുണ്ടാവില്ല, പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു രീതിയിൽ പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമേയുള്ള ഏതെങ്കിലും വ്യക്തികളോട് അഭിപ്രായമോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ഈ ഒരു പേഴ്സൺ തീരുമാനിച്ച കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചേക്കാം. അതായത് സ്റ്റേണായിട്ട് ഇവരായിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കാതെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യം കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള തേർഡ് പാർട്ടീസോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്നവരുടെ എനർജിയിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഒരു കാര്യത്തിന് തന്നെയാണ്. അതായത് അവർ മുന്നിലേക്ക് പോകാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആവാനായിരിക്കാം ശ്രമിക്കുന്നത്, അവരുടെ ഒരു കരിയറിലായിരിക്കാം. അതായത് അവർക്കൊരു നിലനിൽപ്പ് വേണം,
എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു നിലനിൽപ്പ് ഇപ്പോൾ അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്കൊരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് കഴിയാത്തത്. അപ്പോൾ അവർ അതിനകത്തേക്കാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി എനർജി ഉണ്ട് എങ്കിൽ പോലും, എന്നാൽ തേർഡ് പാർട്ടിയിലേക്കാണ് അവർ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ അല്ല, അവർ അവരുടെ കാര്യത്തിലേക്കാണ് കൂടുതൽ ഈ ഒരു സമയം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ മറ്റു രണ്ട് കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ഉപദേശം കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ കേൾക്കുന്നതോ അതായിരിക്കും. അവർ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, എന്നിട്ട് മതി ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പോലെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വേണം, പക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ അവരുടെ ലൈഫിലുണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡും അത്രയും ഉറച്ച് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണിന് സമയദോഷമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈം പീരീഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും പിന്നെ പെട്ടെന്ന് മാറ്റുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ വന്ന് നിങ്ങൾക്ക് എല്ലാ ഒരു ശുഭപ്രതീക്ഷയും തന്നിട്ട് ഈ ഒരു പേഴ്സൺ പിന്നെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സ്ട്രെങ്തൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വന്ന് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും അതിലേക്ക് പോകുന്നു, വീണ്ടും നിരാശപ്പെടുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേറ്റസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ റീകൺസിലേഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടാവാം. എത്ര അകന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന ഒരു എനർജി തന്നെയാണ്. കാരണം പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കി ഒരുപാട് നാളത്തേക്ക് മിണ്ടാതിരിക്കാനുള്ള ഒരു ധൈര്യമോ കാര്യമൊന്നും ഈ ഒരു പേഴ്സൺ ഇല്ല. കാരണം അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടരുതെന്ന് അത്രത്തോളം ആഗ്രഹമുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി തന്നെയായിരിക്കാം. ഫാമിലിയിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും അത് മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഫാമിലി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവിടെ നിന്നുള്ള പ്രഷറും ഈ ഒരു പേഴ്സണെ ഒരുപാട് മെൻ്റലി വീക്കാക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടും കളയാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് മനസ്സ് വരുന്നില്ല. ഇനി പറഞ്ഞതുപോലെ അതിനകത്ത് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു സമാധാനമൊക്കെ കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് ഒക്കെ പല കാര്യങ്ങളിലും കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളൊരുപാട് ഈ ഒരു പേഴ്സണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപകാരങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇത് വിട്ട് കളയാനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടേതെങ്കിലും ആവുന്നതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകുന്നതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ഇവർ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരപ്പുറത്തുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഒരു അറിവ് തന്നിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോകാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു കാര്യത്തിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു വഴി അവരെന്താണെന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തൊരു കുറച്ച് തീരുമാനം എടുക്കാനായിട്ട് അവർക്കും ഒരു സ്റ്റെബിലിറ്റി വേണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനിവർക്ക് സമയം വേണ്ടതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനകത്ത് ഡിലേ വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്, അതിന് സമയം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല എന്ന് അവർക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇടയ്ക്കെങ്കിലും വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നമ്മൾ റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ ആഘാതങ്ങളൊന്നും താങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി ഒരു പേഴ്സണില്ല, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാവാതെയൊക്കെ മാക്സിമം ശ്രമിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ആഘാതങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് താങ്ങാനായിട്ടുള്ള ഒരു കെൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ആ ഒരു ഫിയറിങ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഈ ഒരു പേഴ്സണ് ഒരു സമയം ആവശ്യമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് അവർക്ക് പോകാനായിട്ട് കഴിയണം എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്,
ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് ഇനിയും ഒരു സമയം വേണം, അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് നിലനിന്ന് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളോട് കാത്തിരിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് അംഗീകരിക്കാത്തൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയായിരിക്കും അങ്ങനെ ഇനിയും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്ന അവർ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് തുടരാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവില്ല. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവൂ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സമയം ആഗ്രഹിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വേണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളൊപ്പം വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവർ തയ്യാറുമല്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ റിലേഷൻഷിപ്പിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ അവർക്കത് സാധിക്കുന്നില്ല. എന്നാൽ ഇത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു പേഴ്സൺ പണിപ്പെടുന്നുണ്ട്. നമ്മളിവിടെ പറയുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ നടത്തിക്കൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വാട്ടർ സൈൻ കാണാം, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്. അതുപോലെ തന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ് ഉണ്ട്, ആൻഡ് ജെമിനൈ. അപ്പോൾ ഇത്രയും എനർജീസാണ് വളരെയധികം പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി അതുപോലെ ഇതിൽ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നത് നമ്പർ 1, നമ്പർ 6, നമ്പർ 7. ഇതിൽ തന്നെ നമ്പർ 6 കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 16 ആൻഡ് ഫൈനലി നമ്പർ 18. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കാം ഈ ഒരു എനർജി റെസണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡ് പ്രകാരമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കാനായിരിക്കും, അതിനകത്തൊരു തടസ്സം വരാതെ പോകാനായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സൺ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടേതായിട്ടുള്ള ഒരു പേടിയായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ എല്ലാം മാറി വളരെ സ്റ്റേബിൾ ആവണം. എങ്കിൽ മാത്രമാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടും കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.